ഷെഫീനെ കുറിച്ചിട്ട് എന്തൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇടപെട്ട് നിങ്ങൾ ആ ഷെഫീനെ കുറിച്ചിട്ട് എന്തൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾ വേശ്യാന്ന് വിളിച്ചില്ലേ? അത് നിങ്ങൾ ചെയ്യുന്ന മാന്യതയായിരുന്നോ? അപ്പൊ നിങ്ങൾ വലിയ എല്ലാ കാര്യത്തിലും എന്തിനടിസ്ഥാനത്തില് നിങ്ങളെ അതേപോലെ നിങ്ങളെപ്പോ നമുക്ക് എന്ത് വേണം വിളിച്ചൂടെ? അത് നമ്മള് അത് ചെയ്യുന്നത് മാന്യത. സഖാവേ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഷെഫീന ചെയ്ത വീഡിയോ യൂട്യൂബിൽ താങ്കൾ കണ്ടിരുന്നോ? എനിക്കെതിരെ ചെയ്ത വീഡിയോ താങ്കൾ കണ്ടിരുന്നോ? നിങ്ങൾക്കെതിരെ എന്തിനാണ് ഷെഫീന വീഡിയോ ചെയ്തത്? നിങ്ങൾക്കെതിരെ അല്ലാലോ. നിനക്കെതിരെ ആരാ തെറി പറയാത്ത? നിന്നെ പോലുള്ള താലിബാനി മുഖത്തിന് ആരാ തെറി പറയാത്ത? അങ്ങനെ പോലെ അല്ല നിങ്ങളിപ്പോ പറഞ്ഞ പോലെ, അതായത് ഷെഫീന നിങ്ങൾക്കെതിരെയല്ല, നിങ്ങൾ ന്യായീകരിച്ച ഒരു കാര്യത്തിനെതിരെയാണ് ഷെഫീന അവിടെ പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഷെഫീനക്കെതിരെ പറഞ്ഞ വീഡിയോകളിൽ ഞാനും ഷെഫീനയും തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ ഷെഫീനക്ക് ഇന്നെ വ്യക്തിപരമായിട്ട് വിമർശിക്കാം, അതിലേക്ക് വിരോധമല്ല. ഇന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വിധി വരുന്ന സമയത്ത് ഈ ആളുകളെല്ലാം മാപ്പ് പറയുന്നില്ല, പൂർണ്ണ ബോധമൊക്കെ ഉണ്ട്. എന്നോട് മാപ്പ് പറയുന്നില്ല, പൂർണ്ണ ബോധമൊക്കെ ഉണ്ട്. അതിൽ നിയമത്തെ കുറിച്ചും നിയമ സംവിധാനത്തെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ലാത്ത ആളാണ്. ഒരു മിനിറ്റ്, ന്യൂസ് ആക്കർ, നിങ്ങൾക്ക് നിയമത്തെ കുറിച്ചും നിയമസാധുതയെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ലാത്ത ആളാണ്. ഒരു നിയമ സംവിധാനത്തിൽ ഒരാളെ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഒരുപക്ഷെ ഹലോ, ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് ഇടയിലാണ്, എനിക്ക് കോള് വരുന്നുണ്ട്. മുഴുവനാക്കാനുള്ള സമയം കിട്ടില്ല. ഓക്കെ, അതിനുള്ള സമയം കിട്ടില്ല. ഇത് പറഞ്ഞ് മുഴുവനാക്കാനുള്ള സമയം കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഷെഫീന എന്ന് പറയുന്ന വ്യക്തി എന്നെ വ്യക്തിപരമായിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ എനിക്ക് യാതൊരുവിധ വിഷയമോ കാര്യങ്ങളോ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റുള്ള വിമർശകരെ പോലെ ഞാനും അവളെ ഒഴിവാക്കുമായിരുന്നു. ഒരു വിഷയത്തിലും ഞാൻ ഇടപെടില്ല. പക്ഷെ ഇതിൽ ഞാൻ ഇടപെടാൻ അങ്ങനെ പറയല്ല. ഒരു മിനിറ്റ്. അല്ല, അയാൾ പറഞ്ഞല്ലോ, അയാൾ ആ വിമർശിച്ചതിന്റെ വാശിക്ക് ചെയ്തതാണെന്നാണ് ഹാക്കർ പറയുന്നത്. വിമർശിച്ചതിന്റെ വാശിക്ക് ചെയ്തതല്ല, ഇവൾക്കെതിരെ പറഞ്ഞ് മരിച്ചുപോയ ഉപ്പാനെയും വീട്ടുകാരെയും മൊത്തം തെറി പറഞ്ഞ് അവളെ ഞാന് മുത്തേ കൽബെ പൊന്നേന്ന് വിളിക്കാം. എന്താ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചോദ്യം ചോദിക്കാനാണ്. ന്യൂസ് ഹാക്കറെ, താങ്കൾ അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, താങ്കൾ വന്നിട്ട് വെറുതെ എന്നെ തെറി വിളിക്കുകയാണോ ഉണ്ടാവുക? അതോ ഞാൻ എന്തെങ്കിലും താങ്കളെ ഒന്ന് ട്രിഗർ ചെയ്യുമല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ ട്രിഗർ ആവുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടാണ്? അത് മാത്രമല്ല, താങ്കൾക്ക് മാന്യമായിട്ട് പ്രതികരിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. താങ്കൾ പറഞ്ഞ വിധി വരുമ്പോൾ, ഈ പറയുന്ന കേസിൽ വിധി വരുമ്പോൾ നിങ്ങൾ മാപ്പ് പറയുമെന്ന് വെച്ചു. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ഇൻസിഡന്റ് നമുക്കറിയാം. ഗോവിന്ദച്ചാമിയുടെ ഇൻസിഡന്റിൽ FIRലെ പിഴവുകളാണ് അയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചത്. അപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോൾ ഈ കോടതിയിൽ വാദിച്ച വക്കീല് സ്വാഭാവികം മാപ്പ് പറയേണ്ടതാണ്. സ്വാഭാവികം മാപ്പ് പറയേണ്ടത് ആരുടെ മുമ്പിൽ? ഇയാളുടെ മുമ്പിൽ അല്ലേ? കാരണം അയാൾ പറഞ്ഞ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടു. പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പെട്ടെന്ന് തീർക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം നമ്മൾ പല ആളുകളെയും വിമർശിക്കുന്നുണ്ട്, പല ആളുകളെയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്, മറ്റു വ്യക്തികളെ നമ്മൾ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വ്യക്തിപരമായ വിമർശനങ്ങളാണ്. നമ്മൾ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. എനിക്കെതിരെ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാല് അല്ല, താങ്കൾക്ക് സവാദിനെയും നന്ദിതയെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളാണോ? സവാദിനെയും നന്ദിനെയും വ്യക്തിപരമായിട്ട് അറിയുന്ന വ്യക്തിയല്ല ഞാന്. അല്ല ഞാൻ. അപ്പൊ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാട്, സവാദിനൊപ്പം എന്നുള്ള നിലപാട് എടുക്കാൻ കാരണം എന്താണ്? താങ്കൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, അപ്പൊ താങ്കൾ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ മിനിറ്റ്. ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോ ഇതിന്റെ നിങ്ങൾ വീഡിയോയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമോ ഇവരെ? നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാമോ? രണ്ടുപേരും അറിയാവുന്ന വ്യക്തിയല്ല, പക്ഷെ അറിയില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരാള് തെറ്റുകാരാണെന്നും ഒരാള് തെറ്റ്? ഇപ്പൊ എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, ഇവിടെ ഇരിക്കുന്ന ഷെഫീനെ അറിയില്ല. അപ്പൊ
അല്ല നന്ദിതയുടെ കേസും സവാദിന്റെ കേസിലും അവരെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലുകളും ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾക്ക് അതിനെ ഇപ്പൊ കുറിച്ച് ഒരു മിനിറ്റ് നല്ലോണം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഷെഫീനാനെ ജയിലിലാക്കിയപ്പോ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയോ? അതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ഷെഫീനയെ ജയിലിലാക്കിയപ്പോ നിങ്ങൾക്കൊരു സമാധാനം കിട്ടിയോ? പൊന്നാര സഖാവെ, ഷെഫീനാനെ ജയിലിലാക്കുന്ന വ്യക്തി ഞാനാണോ അതോ നമ്മുടെ നാട്ടിലെ നിയമമാണോ? അല്ലല്ല, ഞാൻ അല്ല ചോദിച്ചത് നിങ്ങളെ ഈ ഞാനിപ്പോ ഒറ്റ സെക്കൻഡ്. ഇല്ല, ഹാക്കറെ 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 ഞാനൊരു കാര്യം പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ ഒരുപാട് പ്രാവശ്യമായി പറയുന്നത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടിക്ക് പോകാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിക്കുന്നത്, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതുപോലെ പ്രൂഫുകളോട് കൂടിയിട്ട് ഏതൊരു വ്യക്തിക്കെതിരെയും പിടികിട്ടാപ്പുള്ളിയായ ആളായിട്ടുള്ള ഏതൊരു വ്യക്തിക്കെതിരെയും നിങ്ങൾ എന്റെ കയ്യിൽ പ്രൂഫുകളായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തികൾക്കെതിരെ വീഡിയോ ചെയ്യും. ഒരു അത് സംശയമില്ല. കാരണം നിങ്ങളെ പണിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ നിങ്ങളല്ലല്ലോ, പാടില്ലല്ലോ. നിങ്ങളാണോ നിങ്ങൾക്ക് പിടികിട്ടാ നിങ്ങൾക്ക് പുള്ളികളെ? ഇല്ല, ഒരു സെക്കൻഡ് സഖാവേ, ഒറ്റ സെക്കൻഡ്. താങ്കൾ പറഞ്ഞ തെറ്റാണ്. താങ്കൾ പറഞ്ഞ ഒരു തെറ്റാണ്. ഇന്ത്യൻ ഒരു പൗരന് ഇന്ത്യൻ മാനിപ്പുലേറ്റഡ് രാജ്യത്ത് ആയിട്ടുള്ള നടക്കുന്ന ഇല്ല, അങ്ങനെ ചെയ്യാൻ എന്തൊരു പാടില്ല. കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടപെടാനും കോടതിക്ക് അതിനെതിരെ മുമ്പിലുള്ള ഒരു കേസിൽ ശബ്ദിക്കാനുമുള്ള താങ്കൾക്ക് വിധി റൈറ്റ് ഉണ്ട്. പറയാൻ അവകാശമില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. അല്ല ഇല്ല, ഒരു മിനിറ്റ്, ഒറ്റ കാര്യം. NIA തെരയുന്ന 5 പേരുണ്ട്. NIA തെരയുന്ന 5 പേരുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. നിങ്ങളൊരു വീഡിയോ ചെയ്യോ? അത് ഓൾറെഡി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേസാണോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യോ എന്നാ ചോദ്യം. നിങ്ങൾ ചെയ്യോ? എന്നാ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കൊന്ന് കാണണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ട. ഞാൻ ഹാക്കറെ ഞാൻ ചെയ്തു തരാം. ഇല്ല, ഹാക്കറെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഇല്ല ചില കൊലപാതകങ്ങൾ, ചില രാഷ്ട്രീയ ഇല്ല, ഒറ്റ സെക്കൻഡ്. തരുന്ന ഒരു ഡീറ്റെയിൽസുകൾക്കും ഞാൻ വീഡിയോ ചെയ്യാൻ നിൽക്കലില്ല. ഫേക്ക് ആയിട്ട് വന്ന് ഒരാൾ വ്യക്തി പറയാണ് ഇതുപോലെ എത്രയോ ഡീറ്റെയിലുകൾ ഒരുപാട് ആളുകൾ തരുന്നുണ്ട്. വകുപ്പില് മനഃപൂർവ്വം അല്ലാത്ത നരേറ്റയ്ക്ക് അവര് ഒരു മിനിറ്റ് അവര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കേസിൽ ഹാജരാവാത്തതിനാണ് അവർക്ക് വാറണ്ട് ഇഷ്യൂഡ് ആയത്. മനസ്സിലായോ? പക്ഷെ നിങ്ങളത് മാധ്യമങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ അവരെ ജയിലിലാക്കി. നിങ്ങൾ അവരെ ജയിലിലാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായോ? അതാണ് നമ്മളെ ചോദ്യം. നിങ്ങൾക്ക് അവരെ ജയിലിലാക്കിയപ്പോ നിങ്ങൾ അല്ലാതെ ഞാനല്ല അവളെ ജയിലിലാക്കുന്നത്. ഒരു സംശയം ചോദിക്കാനാണ്. എല്ലാ കേസുകളും താങ്കൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യോ? എല്ലാ കേസുകളും താങ്കൾ അല്ല സമൂഹത്തിൽ വേറെ അല്ല ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് താങ്കൾ ആ സത്യം അന്വേഷിച്ചിട്ട് താങ്കൾ ഇത്ര സത്യസന്ധനും നീതിമാനൊക്കെ ആണെങ്കിൽ ആ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ താങ്കൾ എന്താ ഇറക്കാത്തത്? എന്താണ് ഇതുവരെ ചെയ്തു കണ്ടിട്ടില്ല? ഇതുപോലെ വ്യക്തി, അതായത് ഈ സമൂഹത്തിൽ അതായത് വലിയ സ്വാധീനമില്ലാത്ത, പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാത്ത അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് താങ്കളുടെ വീഡിയോകൾ പലതും. ഒരിക്കലും ഈ പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയാണ് പറയാനുള്ളത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലില് ഇപ്പൊ ലേക്ക് ഷോർ ഹോസ്പിറ്റലില് പറ്റിയിട്ട് താങ്കളൊരു റിപ്പോർട്ട് ചെയ്യും. വ്യക്തിപരമായിട്ട് ഷെഫീനോടുള്ള വൈരാഗ്യം തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പോയോ? ഈ ഹാക്കർ ധൈര്യം ഉണ്ടെങ്കിൽ ലക്ഷർ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കട്ടെ. ആണ്ടി ഉടക്കം വരും. ഇയാളുടെ കേട്ടിട്ട് ഇയാള് ജെനുവിൻ ഒന്നുമല്ല ആള്. അയാൾക്ക് വലിയ വിവരമൊന്നുമില്ല അയാളെ പറ്റിയിട്ട്. അയാൾക്ക് ആരെ കുറിച്ച് എന്താ, അയാൾക്കൊന്ന് ഈ സമൂഹത്തിൽ എന്തെങ്കിലും അയാളുടെ റീച്ച് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന കുറെ അല്ലാതെ കേരളത്തില് പ്രമുഖരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേരിലൊക്കെ പല അലിഗേഷൻസ് ഉണ്ട്. ഇയാൾക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ വലിയ ഹാക്കർ ആണെന്നൊക്കെ പറയണ്ടല്ലോ. സ്വർണ്ണക്കടത്ത് കേസില് വലിയ പ്രതിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വപ്ന സുരേഷിനെ പറ്റിയിട്ട് ഇയാള് ഒരു വീഡിയോ ചെയ്യട്ടെ. ഇവിടെ എന്താണ് ചർച്ച ക്യാപ്ഷൻ ഒന്ന് കാണുന്നുണ്ട്, എല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വിഷയം? റംഷാദെ, കേരളത്തില് പലതരത്തിലുള്ള ന്യൂസുകളുണ്ട്. ആ ന്യൂസുകൾ ചില വ്യക്തികൾ മാത്രം ഒതുങ്ങുമ്പോ ഈ ഹാക്കറിനെ പോലുള്ള വീഡിയോ യൂട്യൂബർ
അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മാത്രമേ ചോദ്യമുള്ളൂ. ഞാൻ ആരും ന്യായീകരിക്കാൻ വന്നില്ല കേട്ടാ. ഒരു വാർത്താ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെച്ചെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന ആൾക്കാരാണെച്ചെങ്കിൽ, അയാള് ജേർണലിസ്റ്റ് അല്ല കേട്ടോ. അയാള് ജേർണലിസ്റ്റ് അല്ല. ജേർണലിസ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. അയാൾക്ക് അയാള് യൂട്യൂബറാണ്. യൂട്യൂബർ അല്ലേ? അല്ല യൂട്യൂബർ എന്ന് യൂട്യൂബർ പറഞ്ഞത് കൊണ്ട് ജേർണലിസ്റ്റ് ന്യൂസ് റൈറ്റർ പറ്റി അയാൾക്ക് യൂട്യൂബിലുള്ള അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോകളും ആ കാര്യങ്ങൾ അയാളറിയാവുന്ന വിഷയങ്ങൾ അയാൾ പങ്കുവച്ചു. അയാളെന്റെ ഈ റാൻഡിലിനെ കയറ്റല്ലോ ഇനി റാൻഡിലിനെ കയറ്റല്ലേ, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാം, വെറുതെ അയാൾ എനിക്ക് അല്ല. ഇപ്പൊ യൂട്യൂബർ എന്ന് പറഞ്ഞപ്പോ സുബൈറിനും എനിക്കും ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തുടങ്ങാവുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. അല്ല സഖാവേ സുബൈർക്ക, ഈ ഷെഫീനൊക്കെ എന്ത് സംഭവിച്ചു? നിങ്ങൾ ക്യാപ്ഷൻ ഇട്ടത് ഷെഫീന ജയിലിലാണ്. ഷെഫീന ജയിലിലാണ്. അപ്പൊ അവർക്ക് നമ്മളൊരു അവരെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്ന ക്ലബ് ഹൗസിലൊരു പ്രധാനപ്പെട്ട ആളാണല്ലോ. അപ്പൊ ഷെഫീന ജയിലിലാണെന്ന് കേൾക്കുന്നുണ്ട്. ഷെഫീനയുടെ ഭർത്താവ് വിനീതിന്റെ ഐഡിയുടെ ഉണ്ട്. പിന്നെ വിനീത് ഉണ്ട് ഇവിടെ. വിനീത് കുറച്ച് തിരക്കിലാണ്. വിനീത് ഇപ്പൊ സംസാരിക്കും കുറച്ച്. എന്താണ് വിഷയം? എന്താണ് ജയിലിലാകാൻ എന്താണ് കാരണം? എന്താണ് കേസ് അവർക്കെതിരെ? എന്താണ് കേസ്? അതൊരു വാഹനാപകടം ഉണ്ടായ കേസാണ്. ക്രിമിനൽ ഒഫൻസ് അല്ലതാണ്. എന്തൊരു ഒരാള് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇയാള് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അയാള് ഷെഫീനെ എന്താ പറയാ, പോലീസിനെ കൊണ്ട് അയാള് പിടിപ്പിച്ചു. ഷെഫീന ജയിലിലാവും ചെയ്തു. അല്ല, ഇതിപ്പോ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, കോടതി സമൻസ് അയക്കുമ്പോഴത്തേക്കില്ലേ